ഷാനവാസിനെ അനീഷ് ഇനി പഴയതുപോലെ അടുപ്പിക്കുമോ? ഒറ്റയാനായി നിന്ന് കളിക്കാനുള്ള അനീഷിന്റെ ശ്രമം വിജയിക്കുമോ? ഇന്ന് ആരുടെയൊക്കെ ഫാമിലിയാണ് ബിഗ് ബോസ് വീടിനകത്തേക്ക് വരാൻ പോകുന്നത്? എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഡേ 61 രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 2:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് മറക്കാതെ ഫോളോ ചെയ്യണം. പിന്നെ വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. രാവിലത്തെ മോർണിംഗ് സോങ്ങിന് മുമ്പ് തന്നെ നമ്മുടെ ഷാനവാസും അനീഷും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനീഷിനോട് ഷാനവാസ് പറയാണ്, എൻ്റെ ഫാമിലി വന്നതിന് ശേഷമാണ് ഞാൻ മാറിയതെന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്ന് അനീഷിനോട് ഷാനവാസ് പറയുന്നു. എന്തിനാണ് നീ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയല്ല നിന്നെ കണ്ടത്. മക്കളുടെ കേസിൽ അനു പാർഷ്യാലിറ്റി കാണിച്ചപ്പോൾ നീ വന്ന് എനിക്കെതിരെ നിന്നു. നീ അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ നിന്നെ അങ്ങനെയല്ല കണ്ടതെന്ന് അനീഷിനോട് ഷാനവാസ് പറയുന്നു. നീ പിന്നെ പറയുന്നിടത്തൊക്കെ വന്നിട്ട് ഓരോന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞ് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അനീഷ് ഇതൊന്നും വക വയ്ക്കുന്നില്ല. മിണ്ടാത്തൊരു മട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് മോർണിംഗ് സോങ് വരുന്നത്. ഇന്നത്തെ മോർണിംഗ് സോങ് എന്ന് പറയുന്നത് പൊട്ടുകുത്തടി പുടവ ചുറ്റടി ചിക്കാം ചിക്കാം ചീത പെണ്ണെ ചിക ചിക, ആ പാട്ടാണ് മോർണിംഗ് സോങ് ആയിട്ട് വരുന്നത്. അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് പറയുന്നു, ന്യൂബിൻ നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള സമയമായിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം തന്നെ ബിന്നിക്ക് ഭയങ്കര വിഷമമായിരിക്കുന്നു. കെട്ടിപ്പിടിക്കലും കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് ഒരു റൂമിനകത്തിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബിന്നിക്ക് നല്ല ഹിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ന്യൂബിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകുന്നത്. കാരണം നീ നന്നായിട്ട് കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. നല്ല ഹിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. നീ ഇപ്പം എങ്ങനെ നോക്കണം, അതുപോലെ തന്നെ നിനക്ക് ടെൻഷനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യൂബിൻ പോകുന്നത്. പിന്നെ ന്യൂബിൻ 3 ദിവസം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത്. അതുകൊണ്ടാണ് 3ാമത്തെ ദിവസം നമ്മുടെ ന്യൂബിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകാൻ കാരണം ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് വന്നത്. അതിനുശേഷം നമ്മുടെ ന്യൂബിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എല്ലാവരോടും യാത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മുടെ മത്സരാർത്ഥികളെല്ലാവരും അടുത്ത 3 ഫാമിലികളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് 3 ഫാമിലികൾ ആരാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ബിഗ് ബോസ് ഒന്നും അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആരുടെ 3 ഫാമിലികൾ ആരാ വരുന്നതെന്നും പറഞ്ഞിട്ടില്ല. ന്യൂബിൻ പോയതിന് ശേഷം, ന്യൂബിൻ ജസ്റ്റ് ഒന്ന് പോയതേ ഉണ്ടാവുള്ളൂ, ആ ഗേറ്റ് കാണുന്ന അങ്ങോട്ട് പോയെന്നുണ്ടാവുള്ളൂ. അപ്പം തന്നെ ഒരു 10 മിനിറ്റ് ഒരു 10 സെക്കൻഡൊക്കെ ആയിട്ടോ കാണുള്ളൂ. ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ ബിഗ് ബോസ് വീട്ടിൽ വീണ്ടും വഴക്കും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ തുടങ്ങി. അപ്പോൾ അനീഷ് പറയുന്നു, അനു പോയി ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നു. അപ്പോൾ അനു, ചേട്ടാ ഓക്കെ ഞാൻ ഇതാ വരുന്നു, ഞാനൊന്ന് പല്ല് തേച്ച് കുളിച്ച് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് ഇതാ വരുന്നു എന്ന് പറയുന്നു. ചേട്ടനൊരു കാര്യം ചെയ്യും, സവാളയും മുളകൊക്കെ അരിഞ്ഞ് വെക്കുക എന്ന് പറയുന്നു. ഞാൻ പോയി വന്നിട്ട് കുക്ക് ചെയ്യാം കേട്ടോ എന്ന് പറയുന്നു. ഞാൻ വന്ന് ഉപ്മാവ് കുക്ക് ചെയ്യാം. അപ്പോൾ അനീഷ്, അനുമോൾ തന്നെ ഉപ്മാവ് കുക്ക് ചെയ്താൽ മതി എന്ന് പറയുന്നു. അപ്പോൾ അനു, കുക്ക് ചെയ്യാം, ഇതാ വരുന്നു, ഞാൻ പല്ലൊക്കെ തേച്ച് ടോയ്ലറ്റൊക്കെ പോയിട്ട് വരട്ടെ. അപ്പോൾ അനീഷ്, ഇല്ല പറ്റത്തില്ല, ഞാൻ ഇന്ന് രാവിലെ ചായ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ അത് ചെയ്യത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ അക്ബർ പോയി അരിഞ്ഞോ? അപ്പോൾ അക്ബർ, അതെന്ത് ന്യായം, നമ്മൾ 4 പേരും കൂടി ഒരുമിച്ചല്ലേ കിച്ചണിൽ പണിയെടുക്കേണ്ടത്. അനീഷ്, അങ്ങനെ വേണ്ട, ഇന്നലെ ചപ്പാത്തിയുടെ കേസിൽ എന്നെ ഭരിക്കാൻ വന്നതല്ലേ, ഞാൻ രാവിലെ ചായ ഉണ്ടാക്കി, ഇനി ഉപ്മാവ് നിങ്ങൾ 2 പേരും കൂടി ഉണ്ടാക്കുക കേട്ടോ എന്ന് പറയുന്നു. ഉച്ചത്തെ ഭക്ഷണം ഞാനും ഒനയിലും കൂടി ഉണ്ടാക്കാം, രാത്രിക്കുള്ളത് നമുക്ക് 3-4 പേർക്കും കൂടി ഉണ്ടാക്കാം എന്ന് പറയുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സീൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അനീഷ് ചെയ്യുന്നത്. അപ്പോൾ അനു, ഇയാൾ ഇതെന്തൊക്കെയാണ് പറയുന്നത്, ഇന്നലെ നടന്ന വിഷയമാണോ ത്തിലാണോ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ ഇതാ വരുന്നു എന്നല്ലേ പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് പോയിട്ട് വരട്ടെ. അപ്പോൾ അനീഷ്, എന്നാൽ നീ പോയിട്ട് വന്നിട്ട് സവാള അരിഞ്ഞാൽ മതി, പോയി വന്നിട്ട് മുളക് അരിഞ്ഞാലും മതി. അപ്പോൾ അനു, അത് പറ്റത്തില്ല, ഇങ്ങനെയാണ് ഞാൻ ഇത് ചെയ്യത്തില്ല, ഞാനൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് അനു തുടങ്ങി. അപ്പോൾ ഇതെന്താ ഇത് എന്ന് ചോദിക്കുന്നു. 4 പേരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ക്യാപ്റ്റനായ ബിന്നി അങ്ങോട്ട് വരുന്നു. ബിന്നി വന്നിട്ട് ചോദിക്കുന്നു, ബിന്നി 4 പേരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നു. എന്താണ് ഒരു പ്രശ്നം ചോദിക്കുമ്പോൾ 4 പേരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യാനുള്ളത് എന്നത് പറയുന്നു. അപ്പോൾ അക്ബർ പറയുന്നു, വേറെ ഒന്നുമല്ല, ഇന്നലെ ചപ്പാത്തിയിൽ വെള്ളം കൂടിപ്പോയി എന്ന് ഞാൻ പറഞ്ഞു, ചപ്പാത്തിയിൽ കുറച്ച് മാവ് കൂടി ഇത്രയും വെള്ളം ഒഴിക്കേണ്ടിയിരുന്നില്ല എന്നും ഞാൻ പറഞ്ഞു. ഞാൻ ചപ്പാത്തി പരത്തിയപ്പോൾ വെള്ളം കൂടി ഇവിടെ കൂട്ടിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതാണ് പ്രശ്നം.
ഇപ്പോൾ ഇന്നലെ ഭരിക്കാൻ വന്നതുകൊണ്ട് ഇങ്ങനെ പറയണ്ട എന്നാണ് അനീഷ് പറയുന്നത്. അങ്ങനെ ഒരു വിഷയമാണ് ഇവിടെ എടുത്തിട്ടിരിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെയാണ് വിഷയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചായ ഉണ്ടാക്കി, നിങ്ങൾ രണ്ടുപേരും കൂടി ഇതുണ്ടാക്കുക, ബാക്കി ഉച്ചയ്ക്ക് ഞാനും ഒനേലും കൂടി ചെയ്യാം, ഫുഡ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ രാത്രി ഒരുമിച്ച് നമുക്ക് ഉണ്ടാക്കാം എന്ന് പറയുന്നു. ഇതാണ് വിഷയം എന്ന് പറയുന്നു. അതിൻ്റെ പേരിൽ അവിടെ കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ആ വഴക്കും കാര്യങ്ങളൊക്കെ സോൾവ് ആക്കുന്നുണ്ട്. അവർ 4 പേരും കൂടി ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 4 പേരും കൂടി നിൽക്കുന്നുണ്ട് കിച്ചണിനകത്ത്. അതിനുശേഷം മോർണിംഗ് ആക്ടിവിറ്റി വരുന്നു. മോർണിംഗ് ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായി നിങ്ങൾ പൊങ്ങച്ചം പറയുക. അതൊരു ഫൺ എലമെൻ്റാണ്, ഒരു ഫൺ സെഗ്മെൻ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. വെറുതെ കുറച്ച് പൊങ്ങച്ചം കാര്യങ്ങളൊക്കെ പറയലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നത്. രാവിലെ തന്നെ വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെയും ദാരിദ്ര്യാവസ്ഥയിലേക്ക് തന്നെ പോയി തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അത്രമേ മടുത്തു പോയൊരു സീസണാണ് കേട്ടോ. കാരണം കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് ഈ ഒരു സീസൺ എനിക്ക് മടുത്തു പോയി. ഇനിയിപ്പോൾ വല്ല കണ്ടൻറ്റും കിട്ടിയെന്ന് പറയാം, അത്രേ ഉള്ളൂ. എന്ത് ഗെയിം കൊടുത്താലും തലതിരിച്ചും മറിച്ചും കൊളാക്കുന്ന പരിപാടിയാണല്ലോ അവിടെ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഷാനവാസും ആദിലും കൂടി സംസാരിക്കുന്നു. ഷാനവാസ് പറയുന്നു, ആ മട്ടൻ്റെ വിഷയം എടുത്തിട്ട് നമ്മുടെ അനുവിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അനു എന്നോട് പാർഷ്യാലിറ്റി കാണിച്ചു, അനുവിന് എന്നെ ഇഷ്ടമല്ല. ശരിക്കും അനുവിനല്ല ഇഷ്ടമല്ലാത്തത്, ഷാനവാസിനാണ് അനുവിന് ഇഷ്ടമല്ലാത്തത്. ഇതാണ് സംഭവം. നിങ്ങൾ അവരോട് മിണ്ടുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് ഷാനവാസ് നമ്മുടെ ആദിലോട് ഇരുന്ന് പറയുകയാണ് ചെയ്യുന്നത്. അക്ബറിനെ തകർക്കാനുള്ള മെയിൻ പ്ലാനും അവിടെ വെച്ച് സെറ്റാക്കുന്നുണ്ട്. പിന്നീട് ഒനേല് ഷാനവാസ് കൂടി നിന്ന് സംസാരിക്കുന്നതെല്ലാം കേട്ടിട്ട് നെവിന് പുറത്ത് നിൽക്കുന്നുണ്ട്. അതായത് ഇവരെന്താ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിസൈലിൻ്റെ വിഷയമാണ്. ജിസൈൽ അക്ബറിനോട് ഇന്നലെ എന്തോ കാര്യം സംസാരിച്ചിരുന്നു. ഇതൊക്കെ ഷാനവാസിനോട് പറയുകയാണ് ചെയ്യുന്നത്. ആര്? ഒനേല് പറയുന്നു. അപ്പോൾ ഇവിടെ ഷാനവാസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് കളിക്കുക. ഗ്രൂപ്പ് പൊളിക്കുമെന്ന് പറഞ്ഞിട്ടല്ല, പൊളിക്കുന്നതാണ് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ചെയ്യുന്നത് എല്ലാ ഗ്രൂപ്പിലും ഇൻവോൾവാണ്. ഷാനവാസ് ഓൺലൈനാണ്, എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. കാരണം ഒന്ന് ഇവിടെ കൂടും, ഒന്ന് ഇവിടെ പറഞ്ഞായിരിക്കും അപ്പുറത്ത് പോയി പറയുക, അപ്പുറത്ത് പറഞ്ഞായിരിക്കും വേറെ ഒരിടത്ത് പോയി പറയുക. അങ്ങനെ അപ്പുറത്ത് ഇങ്ങനെ കളം മാറ്റി ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസ് ചെയ്യുന്നത്. പക്ഷേ ഷാനവാസിൻ്റെ ഗ്രാഫ് താഴത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗെയിമിന് ഗ്രാഫ് താഴത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ലൈവിനകത്ത് 2:30 വരെയുള്ള ലൈവിനകത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ മുതൽ എത്ര നേരം വെറുതെ ഒരു കണ്ടൻറ്റും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എഴുതാനൊന്നും പോയില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇനി 3:30-4 മണിയോട് കൂടി നമ്മുടെ 3 ഫാമിലികൾ ബിഗ് ബോസ് വീടിനകത്തേക്ക് വരും എന്നാണ് അറിഞ്ഞത്. ഓക്കെ, അതൊക്കെ വരട്ടെ. 3 ഫാമിലികൾ ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലക്ഷ്മി, പിന്നെ ഒനേല്, നെവിൻ, ഇവരുടെ 3 ഫാമിലികളാണ് വരാൻ പോകുന്നത്. അതോടുകൂടി ഫാമിലി വീക്ക് അവസാനിക്കും. ഓക്കെ, ഇപ്പം നാളെയാണ് വീക്കെൻഡിൻ്റെ എപ്പിസോഡിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുക. ശനിയാഴ്ചയല്ല, പ്രാവശ്യം നേരത്തെയാണ്, വെള്ളിയാഴ്ചയാണ്. അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 നടക്കുവാണല്ലോ ഇപ്പോൾ. ഇനി തമിഴ് സീസൺ 9 വരാൻ പോവുകയാണ്. അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ശനിയാഴ്ച നടക്കും. അതുകൊണ്ടാണ് ആ ലൊക്കേഷനിൽ വെച്ചിട്ട് തന്നെയാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ദിവസം നേരത്തെ, അതായത് വെള്ളിയാഴ്ച ഷൂട്ടും കാര്യങ്ങളൊക്കെ ആക്കിയത് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാകും, ഷൂട്ട് നാളെയാണ് നടക്കുക, അപ്പോൾ നമുക്ക് എപ്പിസോഡ് ശനി ഞായറായിരിക്കും എന്നൊക്കെ എല്ലാവരും എന്നോട് വാട്സപ്പിൽ വന്ന് ചോദിക്കുകയുണ്ടായി. അങ്ങനെയല്ല, നാളെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നാളെയാണ് നടക്കുന്നത്. പിന്നീട് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്ന് കാണാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശനി ഞായറുമാണ് നമുക്ക് കാണാൻ സാധിക്കുക. നാളെ ശനി ഞായറെന്നുള്ള എപ്പിസോഡിൻ്റെ ഷൂട്ട് നാളെ നടക്കും. അത് ശനി ഞായർ ദിവസങ്ങളിൽ നമുക്ക് TV-യിൽ ടെലികാസ്റ്റായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് എനിക്ക് കിട്ടിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാമിലികളൊക്കെ വരട്ടെ, അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് വരാം, അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് സീ യു.